എക്സൈസ് കമ്മീഷണർ MR അജിത് കുമാറിനെതിരായിട്ടുള്ള വിജിലൻസ് റിപ്പോർട്ട് കോടതി തള്ളി. സമഗ്രമായ ഒരു അന്വേഷണം നടത്തിയില്ല. അതിനകത്ത് MR അജിത് കുമാറിനെതിരായി പരാതി കൊടുത്തത് നെയ്യാറ്റിൻകരയിലെ അഭിഭാഷകൻ നാഗരാജുവാണ്. അദ്ദേഹത്തിന് ഇതിലൊരു രണ്ടാമത് ചോദ്യം ചെയ്തില്ല. MR അജിത് കുമാറിനെ വിശദമായി ചോദ്യം ചെയ്ത് അദ്ദേഹം പറഞ്ഞനുസരിച്ചാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയത്. MR അജിത് കുമാറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോഴത്തെ പ്രാഥമിക അന്വേഷണത്തിൽ എടുക്കാൻ പാടില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് അദ്ദേഹം പറഞ്ഞനുസരിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി. FIR എടുക്കാതെയാണ് ഈ കേസിൻ്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയത്. പ്രാഥമികമായ ഒരു വിലയിരുത്തൽ മാത്രം. അതിനകത്ത് എവിടൊക്കെയാണ് സ്വത്ത് സമ്പാദിച്ചത്, എവിടൊക്കെയാണ് അമിതമായ പണം ഉണ്ടാക്കിയത്, ഏതൊക്കെ സ്വത്ത് ആണ് വിറ്റ് പണം വന്നത്, ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം വാദിയെയും പ്രതിയെയും അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് വയ്ക്കുന്ന അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യാതെ ഇതിനെ സംബന്ധിക്കുന്ന ഒരു പ്രാഥമിക അന്വേഷണം നടത്തി വിലയിരുത്തി അതിനകത്ത് കഴമ്പുണ്ടെങ്കിൽ റിപ്പോർട്ട് കൊടുത്ത് FIR രജിസ്റ്റർ ചെയ്യാം. അതിവിടെ ഉണ്ടായില്ല. ഇവിടെ അദ്ദേഹത്തിനെതിരായിട്ട് വളരെ സീരിയസ് ആയ ആരോപണം വന്നിട്ടുണ്ട്. കവടിയാറിൽ അദ്ദേഹം സ്ഥലം വാങ്ങിച്ചു. അവിടെ സെൻറ്റിന് 70 ലക്ഷം രൂപ വരെ വിലയുണ്ട്. 70 ലക്ഷം രൂപയെ കണ്ണായ സ്ഥലത്ത് വിലയുണ്ടെന്ന് പറയുന്നു. അതൊന്നും കണക്കാക്കിയില്ല. ആ പണം എവിടെ നിന്ന് ലഭിച്ചു? 1.5 കോടിയുടെ ബാങ്ക് അക്കൗണ്ട് കാണിച്ചിട്ടുണ്ട്. പക്ഷേ ആ വസ്തു വാങ്ങാൻ അത് കൂടുതൽ പണം ചിലവാകും, അതിന് സംശയമൊന്നുമില്ല. ആ കാര്യം വിജിലൻസ് അന്വേഷിച്ചിട്ടില്ല. അവിടെ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ നടത്തുന്നുണ്ട്. അത് വലിയൊരു സൗധം തന്നെയാണ്. അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിലേക്ക് പണം എവിടെ നിന്ന് വന്നു, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തു, ആ വസ്തു വാങ്ങുന്നതിന് എവിടുന്ന് പണം ലഭിച്ചു, ആ വസ്തു വാങ്ങുന്നതിന് പണം ലഭിക്കാൻ വേണ്ടി ഒരു കള്ളക്കളി കളിച്ചിട്ടുണ്ട്. അത് ആ വസ്തു വാങ്ങുന്നതിന് തൊട്ടു മുമ്പ് മറ്റൊരു ഫ്ലാറ്റ് വാങ്ങിച്ച് അമിത വിലയ്ക്ക് വിറ്റതായിട്ട് കാണുന്നു. ഈ വസ്തു വാങ്ങിച്ച് ഒരു ഫ്ലാറ്റ് വാങ്ങിച്ച് അത് 30 ദിവസത്തിനകം വീണ്ടും വിൽക്കുകയാണ്. അതിനകത്ത് ആ വിൽപ്പനയിൽ അമിതമായ പണം വാങ്ങുന്നു. ആ പണം ഉപയോഗിച്ചിട്ടാണ് കെട്ടിടത്തിൻ്റെ സ്ഥലം വാങ്ങിച്ചിരുന്നത്, കെട്ടിടം പണിയുന്ന സ്ഥലം വാങ്ങിച്ചത് എന്നാണ് ഒരു കള്ളക്കഥ കൊണ്ടുവന്നത്. അത് വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് മനസ്സിലായില്ല. എങ്ങനെയാണ് ഒരു ദിവസം ഒരു ഫ്ലാറ്റ് വാങ്ങിച്ചിട്ട് അടുത്ത ആഴ്ചയിൽ പിറ്റേ ആഴ്ചയിൽ അമിതമായ വിലയ്ക്ക് വിൽക്കാൻ സാധിക്കുന്നത്? അത് അതേപടി വിജിലൻസ് സ്വീകരിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. അത് തന്നെയല്ല, ഒരു പ്രാഥമിക അന്വേഷണമാണ്. അതിനകത്ത് കഴമ്പുണ്ടോ എന്നാണ് നോക്കുന്നത്. അപ്പം സാധാരണഗതിയിൽ അയാളുടെ പേരിലുള്ള വസ്തുക്കൾ എവിടെ, ആ വസ്തുക്കൾ കണ്ടെത്തുക, അതിൻ്റെ സർവേ നമ്പർ കണ്ടെത്തുക, ആ വസ്തു എത്ര രൂപയ്ക്ക് വാങ്ങിച്ചു, അത് 30 ദിവസം വിറ്റപ്പോൾ എത്ര രൂപ ലാഭം വന്നു, അതെങ്ങനെയാണ് അങ്ങനെ സംഭവിക്കുന്നത്, കവടിയാറിലെ അദ്ദേഹം വാങ്ങിച്ച സ്ഥലത്തിന് അവിടുത്തെ മതിപ്പ് വില എത്ര, അത് ആര് കൊടുത്തു, അവർ വിധേയം തമ്മിലുള്ള ഇടപാട് എന്താണ്, ആരാണ് ആ കെട്ടിടം പണിത് കൊടുക്കുന്നത്, അത്തരം ബൃഹത്തായ കെട്ടിടം പണിത് കൊടുക്കുന്നത് അതിന് യഥാർത്ഥത്തിൽ എത്ര രൂപ ഇതുവരെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് PWD കണ്ടെത്തണം. അതുകൊണ്ടായില്ല. അവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ആ ഒരു മികവിൽ തന്നെയാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയത്. ഇതൊരു പ്രാഥമിക അന്വേഷണമാണ്. അമിതമായ സ്വത്ത് എവിടെയുണ്ട് എന്ന് കണ്ടെത്തുകയാണ് അതിൻ്റെ ചുമതല. ഇത്തരം വില കൂടിയ വസ്തു കവടിയാറ് വാങ്ങാനുള്ള വരുമാനം എവിടെ നിന്ന്, അതിൻ്റെ യഥാർത്ഥ വില, ഇപ്പോഴത്തെ മതിപ്പ് വില എത്ര, അതൊന്നും പരിശോധിക്കാതെ അദ്ദേഹത്തിൻ്റെ ഒരു മൊഴി രേഖപ്പെടുത്തി ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്താൻ പാടില്ല. കാരണം വിജിലൻസ് ഒരു പ്രൈമറി ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന സന്ദർഭത്തിലോ അല്ലെന്നുണ്ടെങ്കിൽ വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണ സന്ദർഭത്തിൽ മാത്രമേ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളുടെ മൊഴി രേഖപ്പെടുത്താൻ പാടുള്ളൂ. ഇതൊരു മിസ്കോണ്ടക്റ്റ് തന്നെയാണ്, അതിന് യാതൊരു സംശയമില്ല. കാരണം മിസ്കോണ്ടക്റ്റ് സെക്ഷൻ 13C പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ചുള്ള കുറ്റം വെളിവായിട്ടുണ്ട്. അദ്ദേഹം ഡിസോണസ്റ്റായിട്ട് അല്ലെങ്കിൽ മിസ്അപ്രോപ്രിയേഷൻ നടത്തി ഒരു പ്രോപ്പർട്ടി, അതെങ്ങനെ, ആരാണ് അതിൻ്റെ പിന്നിൽ കളിച്ചത്, ആരൊക്കെയായിരുന്നു അതിൻ്റെ ഇടപാടുകാർ, ആരൊക്കെയാണ് അതിൻ്റെ ഇടനിലക്കാർ, അവർക്ക് എങ്ങനെയാണ് ഇദ്ദേഹത്തിന് ഇത്രയും കണ്ണായ സ്ഥലത്ത് ഇത്രയും വില കുറച്ച് വാങ്ങിച്ചു കൊടുക്കാൻ കഴിയുകയും
അവരുടെ ആ വാങ്ങിച്ചു കൊടുത്ത ഇടനിലക്കാരും ബ്രോക്കർമാരും ഇദ്ദേഹമായിട്ടുള്ള ബന്ധം എന്ത്, അവർ കേരളത്തിലെ എന്തെല്ലാം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്, അവർ ഏതെങ്കിലും സ്ഥലം ഇതിനു മുമ്പ് വിറ്റിട്ടുണ്ടോ, വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അത് എങ്ങനെ, അതിൻ്റെ അകത്ത് ആർക്കെങ്കിലും നഷ്ടം സംഭവിച്ചിട്ടുണ്ടോ, ആരെങ്കിലും വസ്തുക്കൾ തട്ടിമാറ്റി കൊടുത്ത ഗാങ് തന്നെയാണോ ഇദ്ദേഹത്തിന് ഈ വസ്തു സംഘടിപ്പിച്ച് കൊടുത്തത്, ധാരാളം കാര്യങ്ങൾ പരിശോധിക്കാനുണ്ട്. സെക്ഷൻ 13C അനുസരിച്ച് അദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് പ്രാഥമികമായ ഒരു ധാരണ പൊതുവെ കേരള സമൂഹത്തിനുണ്ട്. രണ്ടാമത് സെക്ഷൻ 13D അനുസരിച്ച് അദ്ദേഹത്തിന് പിക്യൂണിയറായിട്ടുള്ള ഒരു ബെനിഫിറ്റ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്, സാമ്പത്തിക നേട്ടം ഉണ്ടായിട്ടുണ്ട്. അത് എന്തിനാണ്? മറ്റൊരാൾ സ്ഥലം വിൽക്കുമ്പം കൃത്യമായ വില പേശിയാണ് സ്ഥലം വിൽക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് ഇത്ര ഈസി ആയിട്ട് ഈ സ്ഥലം വാങ്ങിച്ചു കൊടുത്തത്, ഇത്ര വില കുറച്ച് വാങ്ങിച്ചു കൊടുത്തത് ആരാണ്? ഇടനിലക്കാർ, ബ്രോക്കർ ആര്? അവരും ഇദ്ദേഹമായിട്ടുള്ള ബന്ധമെന്ത്? നേരത്തെ ഇദ്ദേഹത്തിന് പരിചയമുണ്ടോ? അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുടെ പേരിൽ സ്ഥലം വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ടുകൾ പരിശോധിച്ചിട്ടുണ്ടോ? ഇദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചിട്ടുണ്ടോ? ഇൻകം ടാക്സ് റിട്ടേൺ കൊടുത്തിട്ടുണ്ടോ? ഇൻകം ടാക്സ് അടച്ചിട്ടുണ്ടോ? ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞ 10-15 വർഷത്തെ അദ്ദേഹത്തിൻ്റെ മൊത്തം വരുമാനം എത്ര, അത് കൂടി സ്വത്ത് സമ്പാദിച്ചിട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വിജിലൻസ് പ്രാഥമിക ഒരു അന്വേഷണം നടത്തുന്നത്. FIR എടുക്കാതെ നടത്തുന്ന അന്വേഷണം. അതിൻ്റെ അകത്ത് കഴമ്പുണ്ടെങ്കിൽ മാത്രം പിന്നീട് FIR രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് പതിവ്. ഏതായാലും ഇപ്പം തന്നെ പ്രാഥമികമായി വെളിയിൽ വരുന്ന വിവരങ്ങൾ സെക്ഷൻ 13C സെക്ഷൻ 13D ബ്രാക്കറ്റിൽ 1 പിക്യൂണറി ബെനിഫിറ്റിൻ്റെ കാര്യവും, പിന്നെ സെക്ഷൻ 13D ബ്രാക്കറ്റിൽ 2 അനുസരിച്ചുള്ള കുറ്റം, തീർച്ചയായിട്ടും മിസ്കോണ്ടക്റ്റ് ഉണ്ട്, അനധികൃത സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ കണക്കുകളും ബാങ്ക് അക്കൗണ്ടും പ്രോപ്പറായിട്ട് നോക്കിയിട്ടില്ല, അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുടെ പണം നോക്കിയിട്ടില്ല, അവർ ഇൻകം ടാക്സ് കൊടുക്കുന്നുണ്ടോ, അവർ സ്വത്തുക്കൾ അവരുടെ പേര് അവർ എഴുതി കൂടുതൽ വകയിരുത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ധാരാളം അന്വേഷണ പരിധി വരണം. എന്തുകൊണ്ടാണ് ആ കേസിലെ വാദിയായ അഡ്വക്കേറ്റ് നാഗരാജുവിനെ വീണ്ടും ചോദിച്ചില്ല? അദ്ദേഹത്തിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറയായിരുന്നില്ല. ഇതുവരെ അന്വേഷണത്തിൽ ഒന്നും കണ്ടെത്തിയില്ല എന്ന് ആ പരാതിക്കാരനെ ബോധ്യപ്പെടുത്തണമായിരുന്നു, അത് ചെയ്തിട്ടില്ല. എന്തിനാണ് അജിത് കുമാറിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റിനകത്ത് റെക്കോർഡ് ചെയ്ത് അതനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകാനൊക്കെ? ആരാണ് ഈ അന്വേഷണത്തിന് നേതൃത്വം കൊടുത്തത്? ഏത് DIG ആണ്, ഏത് SP ആണ്, ഏത് DYSP ആണ്? അവരുടെ പ്രാഥമികമായ വിലയിരുത്തലുകൾ തെറ്റിപ്പോയി എന്നാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് അങ്ങനെ അവർ അധികാരം ദുർവിനിയോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ലയബിളാണ്. അതുകൊണ്ട് കോടതി ഈ കേസ് മുഴുവൻ പരിശോധിച്ച ശേഷം തള്ളിയിരിക്കുന്നു. കാരണം അതിൻ്റെ അകത്ത് കഴമ്പുണ്ട് കോടതി പറയുന്നതിൽ. അതുകൊണ്ട് ഈ കേസിൻ്റെ അന്വേഷണം ഒരു FIR രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകേണ്ടി വരും, അല്ലെങ്കിൽ അത് ഹൈക്കോടതി അങ്ങനെ ഒരു ഡയറക്ഷൻ വരും. അതുകൊണ്ട് ഈ ഒരു കേസിനകത്ത് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുന്നതാണ് വിജിലൻസിന് ഉചിതം, അല്ലെങ്കിൽ വിജിലൻസിന് പരിക്കേൽക്കും എന്നാണ് ഞാൻ കരുതുന്നത്.